ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടങ്ങൾക്ക് വേദിയായി ഏഷ്യ കപ്പ് വീണ്ടും എത്തുന്നു. ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തീവ്ര പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നത് ഇത്തവണ 2020 ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പാണ്. സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും അതിർത്തികളിലെ ഏറ്റുമുട്ടലുകളും കാരണം ടൂർണമെന്റ് ഉപേക്ഷിച്ചേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബറിൽ ടൂർണമെന്റ് നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ടൂർണമെന്റിന്റെ മത്സരക്രമത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തവണ 2020 ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ 6 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും പോരിനിറങ്ങുക. ഏഷ്യ കപ്പിലെ ഏറ്റവും വലിയ ആകർഷണം ബന്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടങ്ങളാണ്. കാര്യങ്ങളെല്ലാം അനുകൂലമാവുകയാണെങ്കിൽ ഒരാഴ്ചക്കിടെ തന്നെ 2 തവണ എൽ ക്ലാസിക്കോ പോരാട്ടം കാണാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഭാഗ്യമുണ്ടാകും. മാത്രമല്ല ടൂർണമെന്റിൽ പരമാവധി 3 തവണ വരെ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ആരാധകരുടെ ആവേശം വാനോളം ഉയർത്തുന്ന ഒരു ഘടകവുമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 5-ന് വെള്ളിയാഴ്ചയാവും ടൂർണമെന്റ് ആരംഭിക്കുക. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അംഗം സെപ്റ്റംബർ 7-ന് ഞായറാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 2022-2023 വർഷങ്ങളിലേതുപോലെ ഗ്രൂപ്പ് ഘട്ടം, സൂപ്പർ 4, ഫൈനൽ എന്നിങ്ങനെയായിരിക്കും ഇത്തവണയും ടൂർണമെന്റിന്റെ ഘടന. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ 4-ലേക്ക് മുന്നേറുമെന്നത് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ സൂപ്പർ 4-ൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും മുഖാമുഖം വരും. ഈ മത്സരം സെപ്റ്റംബർ 14-ന് ഞായറാഴ്ചയായിരിക്കും. കൂടാതെ സെപ്റ്റംബർ 21 അടുത്ത ഞായറാഴ്ച നടക്കുന്ന കലാശ പോരാട്ടത്തിലായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും 3-ാം തവണയും കൊമ്പുകോർക്കാൻ സാധ്യതയുള്ളത്. ഈ 3 പോരാട്ടങ്ങളും ക്രിക്കറ്റ് ലോകത്തിന് അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമൊന്നും തന്നെ ഉണ്ടാവില്ല. ഏഷ്യ കപ്പിന്റെ ആതിഥേയത്വം ആദ്യം ഇന്ത്യക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഇരു രാജ്യങ്ങളിലും കളിക്കാൻ വിസമ്മതിക്കുന്നത് ടൂർണമെന്റിന്റെ വേദിയെക്കുറിച്ച് അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാനും വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു വേദി കണ്ടെത്താനാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ UAE-ക്കായിരിക്കും വേദിയായി നറുക്കുവീഴുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് UAE സ്ഥിരം വേദിയായിട്ടുണ്ട്. സുരക്ഷാപരമായ കാരണങ്ങളും ഇരു ബോർഡുകൾക്കും സ്വീകാര്യമായ നിഷ്പക്ഷ വേദി എന്ന നിലയിലും UAE-ക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. ദുബായിലും ഷാർജയിലും ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ വലിയ ടൂർണമെന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സജ്ജമാണ്. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു കേന്ദ്രം കൂടിയാണ് UAE. ഏഷ്യ കപ്പിന്റെ മത്സരക്രമം ഈ മാസം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കുമോ എന്ന് ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ BCCIക്ക് ടീമിനെ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. ക്രിക്കറ്റ് ബന്ധങ്ങൾ പോലും സർക്കാരിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ഏറെ നിർഭാഗ്യകരമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവരെ കൂടാതെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE എന്നിവരായിരിക്കും ഇത്തവണത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റു ടീമുകൾ. ഈ ടീമുകളെല്ലാം 2020 ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ടൂർണമെന്റ് ആവേശകരമായിരിക്കും. ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് 360 ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് ആയിരിക്കും. ICC 2020 റാങ്കിങ്ങിൽ മികച്ച സ്ഥാനത്തുള്ള സൂര്യകുമാർ യാദവ് തന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെയും ക്യാപ്റ്റൻസിയിലൂടെയും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമെന്നത് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഈ ടൂർണമെന്റിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യ കളിക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയിരിക്കും ഇത്. അവരുടെ അഭാവം ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമായിരിക്കും ഇത്. സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് തുടങ്ങിയ യുവതാരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം ആദ്യത്തോടെ ICCയുടെ 2020 ലോകകപ്പ് നടക്കാനിരിക്കെ അതിനുള്ള തയ്യാറെടുപ്പായിട്ടാവും ഇന്ത്യൻ ടീം ഏഷ്യ കപ്പിനെ കാണുന്നത്. ലോകകപ്പിന് മുൻപ് ഒരു വലിയ മൾട്ടിനാഷണൽ ടൂർണമെന്റിൽ കളിക്കുന്നത് ടീമിന്റെ ബാലൻസ് കണ്ടെത്താനും ഓരോ കളിക്കാരന്റെയും ഫോം വിലയിരുത്താനും പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും സഹായിക്കും. ഇത് യുവതാരങ്ങൾക്ക് വലിയ ടൂർണമെന്റുകളിലെ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. പുതിയ കോമ്പിനേഷനുകൾ, വ്യത്യസ്ത ബാറ്റിംഗ് ഓർഡറുകൾ, ബൗളിംഗ് തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഈ ടൂർണമെന്റിൽ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ലോകകപ്പിന് മുൻപ് ടീമിന്റെ ദൗർബല്യങ്ങൾ കണ്ടെത്താനും അവ പരിഹരിക്കാനുമുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോം ആയിരിക്കും ഏഷ്യ കപ്പ്.